തന്നതല്ലേ, പിന്നെ നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നേ, നിന്നെ ആർക്കും വിട്ടുകൊടുക്കാതെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പം എനിക്കത് വല്ലാത്തൊരു അനുഭവം കിട്ടിയ പോലെയായി. കുറച്ച് കഴിഞ്ഞ് ഞാൻ ആ ചേച്ചിനെ ശരിക്കും നോക്കുമ്പോൾ ഒരു ആഷ് കളർ ഡ്രസ്സ് ഇട്ടിട്ടാണ് ആ ചേച്ചി വന്നത്. അന്ന് എനിക്ക് ഉറപ്പായി അതെൻ്റെ മാതാവ് തന്നെയാണ്. നീലഗിരി ജില്ലയിലെ താളൂർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തു നിന്നാണ് വരുന്നത്. കേരള തമിഴ്നാട് ബോർഡറാണ്. ഞാനൊരു നേഴ്സാണ്. പിന്നെ എല്ലാവരുടെയും ആഗ്രഹം പോലെ വിദേശത്ത് പോകാൻ ഒരാഗ്രഹമായിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നത്. ഞാൻ ഉടമ്പടി എടുത്തത് 17/9/2022 ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച് എക്സാം എഴുതി ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ OET ക്ലിയറായി. എൻ്റെ മാതാവിൻ്റെ കാരണം കൊണ്ട് മാത്രമാണ് ഞാനത് പാസ്സായത്. അത് ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞതുമാണ്. അതിനുശേഷവും കുറേ അയർലൻഡ് സ്കോറാണ് കിട്ടിയത്. അപ്പോൾ അയർലൻഡിലേക്ക് നോക്കുന്ന പിള്ളേർക്കറിയാം, കാരണം അയർലൻഡ് കിട്ടിയ അത്രത്തോളം പേപ്പർ വർക്കാണ്. അപ്പോൾ എൻ്റെ വീട്ടുകാരും എന്നോട് പറഞ്ഞു, അയർലൻഡ് ഇത്രയും കഷ്ടപ്പാടല്ലേ, അപ്പോൾ നീ ഒരു കാര്യം ചെയ്യ്, UK ട്രൈ ചെയ്യുമെന്ന് പറഞ്ഞു. UK ഇല്ല, അയർലൻഡും ഇല്ല. എൻ്റെ മാതാവിൻ്റെ കാരണം കൊണ്ട് മാത്രം ഞാൻ അയർലൻഡ് കിട്ടിയേ, ഞാൻ എങ്ങനെ UK ട്രൈ ചെയ്യുന്നതായിരുന്നു എൻ്റെ ക്വസ്റ്റ്യൻ. അങ്ങനെ ഞാൻ എൻ്റെ മാതാവിൽ തന്നെ വിശ്വസിച്ച് അയർലൻഡിൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഒരു ഏജൻസി കൊടുത്തു. ആദ്യം ഡിസിഷൻ ലെറ്റർ കിട്ടണം. അപ്പോൾ ഡിസിഷൻ ലെറ്ററിന് വേണ്ടി ഞാൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് അപ്പം തുടങ്ങി എൻ്റെ എൻക്വയറീസ് ക്ലിയർ ചെയ്ത് പോകും. പിന്നെ അപ്പം തന്നെ അടുത്ത എൻക്വയറി വരും. എത്രയൊക്കെ ചെയ്തിട്ട് എൻ്റെ എൻക്വയറി മാത്രം തീരുന്നില്ല. ലാസ്റ്റ് എൻ്റെ ഏജൻസിയിൽ നിന്ന് മാം എന്നോട് ചോദിച്ചു, അശ്ലി ഞാൻ ഇത്രത്തോളം ഞാൻ ഡിസിഷൻ ലെറ്ററിന് കുറേ ആപ്ലിക്കൻസിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്, ഇങ്ങനൊരു എൻക്വയറി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവല്ലേ എനിക്ക് തന്നേ, അമ്മ എന്നെ കൈവിടില്ല എന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് ജെറീക്കോ പ്രാർത്ഥന ഞാൻ ചൊല്ലി. അങ്ങനെ ജെറീക്കോ പ്രാർത്ഥനയുടെ 7ാമത്തെ ദിവസം, അപ്പോൾ ഞാൻ ഇന്ന് ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് ഗ്രോട്ടോയിൽ കയറി പ്രാർത്ഥിച്ചിട്ടാണ് പോവുക. അപ്പോൾ മാതാവിൻ്റെ 7ാമത്തെ ദിവസം അങ്ങനെ ജെറീക്കോ പ്രാർത്ഥനേൻ്റെ അന്ന് എനിക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു മെയിൽ വന്നു. ഞാൻ ഒന്ന് എടുത്ത് നോക്കുമ്പോൾ അതെൻ്റെ ഡിസിഷൻ ലെറ്റർ ആയിരുന്നു. അതെനിക്കൊരു വല്ലാത്തൊരു അനുഭവമായിരുന്നു മാതാവ് തന്നത്. അത് കഴിഞ്ഞ് ഞാൻ ഇൻ്റർവ്യൂവിന് വേണ്ടി കുറേ വെയിറ്റ് ചെയ്തു. കുറേ ഏജൻസിയിൽ കൊടുത്തു. എൻ്റെ ഏജൻസിയിൽ നിന്ന് എനിക്ക് ഇൻ്റർവ്യൂ കിട്ടില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ കുറേ ഏജൻസിയിൽ എനിക്ക് ഇൻ്റർവ്യൂവിന് വേണ്ടി കൊടുത്തു. ഏകദേശം 100ഓളം ഏജൻസി കൊടുത്തിട്ടുണ്ടാവും. കാരണം അത്രയും ഞാൻ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, CVയും ഡോക്യുമെൻറ്റ്സും ആയിട്ട്. എല്ലാവരുടെ അടുത്തുനിന്ന് ഒരേ ഒരു റിപ്ലൈ മാത്രം, ഇപ്പോൾ ഇൻ്റർവ്യൂ നടക്കുന്നില്ല, ഇവിടെ ഫ്രീസാണ്, അങ്ങനെ മാത്രം. അപ്പോഴും മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കും, ഞാൻ എന്ത് ചെയ്യും അമ്മേ, ഒരു വഴിയില്ലല്ലോ. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിരുന്ന് കുറേ അയർലൻഡിലുള്ള ഫ്രണ്ട്സൊക്കെ അവരോടൊക്കെ ചോദിക്കും. പിന്നെ കുറേ ആരെങ്കിലും അറിയുന്ന ആൾക്കാരുടെയൊക്കെ നമ്പർ ഇട്ട് വരുമ്പോൾ അവരോടൊക്കെ വിളിച്ച് ചോദിക്കും, എന്തെങ്കിലും ഡയറക്റ്റ് പോകാൻ പറ്റുന്ന രീതിയിലുണ്ടോ. ഒരു രക്ഷയില്ല, റെക്കമെൻഡ് ചെയ്യാനും ആരുമില്ല, ഒന്നിനും ആരുമില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ അമ്മയോട് പ്രാർത്ഥിക്കാം, അമ്മേ എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ ആരുമില്ല, അമ്മ എനിക്ക് വേണ്ടിയിട്ടൊന്ന് റെക്കമെൻഡ് ചെയ്യാവോ. അങ്ങനെ പ്രാർത്ഥിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു ദിവസം ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ എല്ലാവരുടെ ചോദ്യം, പോകുന്നില്ലേ, 6 മാസം എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ കയറിയേ. 6 മാസം കഴിഞ്ഞു, 1 വർഷം കഴിഞ്ഞു, എൻ്റെ ഇത് മാത്രം ഒന്നും നടക്കുന്നില്ല. എല്ലാവരുടെ ക്വസ്റ്റ്യന് മുന്നേ ഞാൻ പകച്ച് നിൽക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ ഗ്രോട്ടോയിൽ ചെന്ന്, ഞാൻ വിനായക ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ട് സുൽത്താൻ ബത്തേരിയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് അപ്പുറത്തായിട്ട് അസംഷൻ പള്ളിയിലെ ഗ്രോട്ടോയിൽ ഞാൻ എന്നും പോയി പ്രാർത്ഥിക്കും. അപ്പോൾ അവിടെ ഞാനിങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു രക്ഷയില്ലല്ലോ അമ്മേ, ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും പെട്ടെന്ന് ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഒരു ചേച്ചി എൻ്റെ മുന്നിൽ വന്ന്, ഞാൻ മുട്ടുകുത്തി നിൽക്കുന്നത്. അപ്പോൾ ആ ചേച്ചി എൻ്റെ മുന്നിൽ വന്ന് ഇരുന്നിട്ട് എൻ്റെ 2 കണ്ണും നിറഞ്ഞിരിക്കുക. ആ 2 കണ്ണും ചേച്ചി അങ്ങ് എൻ്റെ 2 കൈയും പിടിച്ച് തുടച്ചിട്ട് എന്നോട് ചോദിച്ചു, നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നേ, എല്ലാം നിനക്ക് ദൈവം തന്നതല്ലേ, പിന്നെ നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നേ, നിന്നെ ആർക്കും വിട്ടുകൊടുക്കാതെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പം എനിക്കത് വല്ലാത്തൊരു അനുഭവം കിട്ടിയ പോലെയായി. കുറച്ച് കഴിഞ്ഞ് ഞാൻ ആ ചേച്ചിനെ ശരിക്കും നോക്കുമ്പോൾ ഒരു ആഷ് കളർ ഡ്രസ്സ് ഇട്ടിട്ടാണ് ആ ചേച്ചി വന്നത്. അന്ന് എനിക്ക് ഉറപ്പായി അതെൻ്റെ മാതാവ് തന്നെയാണ്. പിന്നെ ഞാൻ വിശ്വാസത്തോടെ കൂടുതലും തീഷ്ണതയോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എല്ലാ കാരുണ്യ പ്രവൃത്തികളും ചെയ്യും. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ ഒരു തപോവനം എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ അമ്മമാരുണ്ട്. അമ്മമാരെ പോയി കുളിപ്പിക്കും, നഖം വെട്ടിക്കൊടുക്കും, നെയിൽ പോളിഷ് ഇട്ട് കൊടുക്കും, കുളിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർ ഞങ്ങളോട് ഇങ്ങനെ കുറേ വർത്തമാനം പറയും. മക്കൾ വന്ന കാര്യവും അങ്ങനെ ഇങ്ങനെ എല്ലാം വർത്തമാനം പറയും. ഒരു 2 ആഴ്ച കൂടി പോവാതിരിക്കുമ്പോഴത്തേക്കും അവിടുന്ന് ചോദ്യം വരവ് തുടങ്ങും, വരുന്നില്ലേ എന്നുള്ള രീതിയിൽ. അമ്മമാർ വേറെ ആരെങ്കിലും ചെല്ലുമ്പോൾ അവരോട് ചോദിക്കും. അതെനിക്ക് വല്ലാത്തൊരു അനുഭവമായിരുന്നു. അതുപോലെ കുറേ കാരുണ്യ പ്രവൃത്തികൾ. പിന്നെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരിതുണ്ട് പേഷ്യൻസിന്. അപ്പോൾ അവിടെയൊക്കെ പോയി ഹെൽപ്പ് ചെയ്യും. അങ്ങനെ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ കുറേ ഞാൻ കാരുണ്യപ്രവൃത്തി ചെയ്തു. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആലുവ ഗവൺമെൻറ് ഹോസ്പിറ്റലായിരുന്നു അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. വീട്ടിൽ ചെന്നിട്ട് എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാതാവ് തന്നെ എനിക്ക് ഓരോ വഴികൾ കാണിച്ചു തരാൻ തുടങ്ങി. എല്ലാം ഞാൻ ചെയ്ത് മാതാവിൽ അടിയുറച്ച് വിശ്വസിച്ച്
ഉടമ്പടി പുതുക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അല്ലാത്ത അനുഭവങ്ങൾ കുറേ കിട്ടുന്നുണ്ട്. പക്ഷേ ഈ അനുഭവം മെയിനായിട്ടുള്ള ഈ സാക്ഷ്യം, കാരണം ഞാൻ സാക്ഷ്യം പറയാൻ ഈ സ്റ്റേജിൽ വന്ന് നിൽക്കുമ്പോൾ ആദ്യത്തെ എൻ്റെ എല്ലാവരുടെയും ക്വസ്റ്റ്യൻ അയർലൻഡ് പ്രോസസ്സിങ് എന്തായി അതായിരിക്കും. അത് കാരണം ഇത് എന്തെങ്കിലും ആയിട്ട് വന്നിട്ട് പറയാം എന്നുള്ള ഒരു ഇതിലായിരുന്നു ഞാൻ നിന്നത്. ഓരോ പ്രാവശ്യം ഞാനിവിടെ ഉടമ്പടി പുതുക്കാൻ വരുമ്പോൾ ഈ സ്റ്റേജിൽ നോക്കി ഞാൻ കരഞ്ഞു പ്രാർത്ഥിക്കും, അമ്മേ എനിക്ക് അമ്മേ ഒരു ദിവസം ഞാൻ ഈ അമ്മേൻ്റെ സന്നിധിയിൽ നിന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റുക, കരഞ്ഞ് പ്രാർത്ഥിച്ചു പോകും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു രക്ഷയില്ലാന്ന് കണ്ട് ഏകദേശം ഡിസിഷൻ ലെറ്ററിൻ്റെ കാലാവധി തീരാറായി. അപ്പോൾ ഞാനിങ്ങനെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഉച്ചയ്ക്ക് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് ഞങ്ങളുടെ പള്ളിയിൽ ആദ്യം ഉണ്ടായിരുന്ന ഒരു അച്ഛൻ്റെ മുഖം എനിക്കിങ്ങനെ തെളിഞ്ഞു വന്നു. അപ്പോൾ ആ അച്ഛനൊന്ന് വിളിച്ചു നോക്കാൻ പറഞ്ഞ് എനിക്കിങ്ങനെ മനസ്സിൽ തോന്നിക്കൊണ്ടേയിരിക്കുക. അപ്പം ഞാൻ പെട്ടെന്ന് വിളിച്ചു വന്നിട്ട്, അച്ഛാ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ് ഞാൻ പറയാൻ വന്നത്. പക്ഷേ ആ അച്ഛൻ എന്നോട് പറഞ്ഞു, നിൻ്റെ പ്രോസസ്സിങ് എന്തായി എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഒന്നും ആയില്ല അച്ഛൻ ആദ്യം കുറേ നമ്പേഴ്സൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അച്ഛൻ അറിയുന്നത്, അവരൊന്നും വിളിച്ചിട്ട് ഒരു റെസ്പോണ്ടും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛനോട് പറഞ്ഞു, ഒരു മോളുടെ നമ്പർ ഞാൻ തരാം, നീ ഒന്ന് വിളിച്ചു നോക്കി നോക്ക്, എന്തെങ്കിലും ഒരിത് വഴി കാണിച്ചു തന്നാലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ചേച്ചീനെ അപ്പം തന്നെ വിളിച്ചു. അനുചേച്ചി എന്നാ ചേച്ചിയുടെ പേര്. അപ്പോൾ ചേച്ചി അയർലൻഡിലുള്ളതാണ്. അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു, നീ ഒന്നും പേടിക്കണ്ട, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, മാതാവേ കുറേ നമ്പേഴ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട്, പക്ഷേ എല്ലാവരുടെ അടുത്തൊന്നും റെസ്പോണ്ട് ഒന്നായിരുന്നു. പക്ഷേ ഇത് ആ റെസ്പോണ്ട് ആയിരിക്കരുത്, ഇത് അമ്മ തന്നെ ആവണം, എനിക്ക് കൊണ്ട് തരുകയും ചെയ്യണം എന്ന് പറഞ്ഞു. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഏജൻസികളിൽ ഇപ്പോൾ പൊതുവായിട്ട് ഇൻ്റർവ്യൂസ് ഒന്നുമില്ല. പിന്നെ ഒരു വിസ്റ്റ എന്ന് പറഞ്ഞിട്ടൊരു ഏജൻസി ഉണ്ട്, അയർലൻഡിലേക്ക് പ്രോസസ്സിങ് നോക്കുന്ന പിള്ളേർക്ക് അറിയാം. അത് നല്ലൊരു ഏജൻസിയാണ്. അപ്പോൾ അവർക്ക് മാത്രമാണ് ഇൻ്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ നമുക്ക് ഇൻ്റർവ്യൂ കിട്ടണമെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഡിസിഷൻ ലെറ്റർ അവിടെ നിന്ന് എടുക്കണം. പക്ഷേ എൻ്റെ ഡിസിഷൻ ലെറ്റർ ഞാൻ എടുത്തേക്കുന്ന വേറൊരു ഏജൻസി വഴിയാണ്. അപ്പം ഞാൻ ഇവരെ കുറേ കോൺടാക്റ്റ് ചെയ്തു. 1, 2 അല്ല 3-4 പ്രാവശ്യം ഞാൻ കോൺടാക്റ്റ് ചെയ്തിട്ടും അപ്പോൾ അവരെന്നോട് ഒറ്റ വാക്കേ പറയുന്നുള്ളൂ, ഞങ്ങളുടെ അടുത്ത് നല്ലല്ലോ ഡിസിഷൻ ലെറ്റർ എടുത്തത്, ഞങ്ങളുടെ ആപ്ലിക്കൻസ് തന്നെ കുറേ പേരുണ്ട്, പിന്നെ ഞങ്ങൾ എങ്ങനെ തരാനാ, ഞങ്ങൾക്ക് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പെട്ടെന്ന് കട്ടാക്കും. അങ്ങനെ കരഞ്ഞ് ഒരു രക്ഷയില്ലല്ലോ എന്ന് ഇരിക്കുമ്പോഴാണ് ഈ ചേച്ചി എന്നെ വിളിക്കുന്നത്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെ എടുക്കില്ല എന്ന് പറഞ്ഞ് വിസ്റ്റ ഏജൻസിയിൽ നിന്ന് തന്നെ എനിക്കൊരു കോള് വരുന്നു. വേഗം ആകാംക്ഷയോടെ ഞാൻ എടുത്തപ്പോൾ എന്നോട് പറഞ്ഞു, ഒരാൾ നിന്നെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്, അത് കാരണമാണ് ഞങ്ങൾ നിന്നെ വിളിക്കുന്നത്, ഞങ്ങൾ അങ്ങനെ ആരും എടുക്കാറില്ലാത്തതെന്ന് അവർ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഉറപ്പായി അത് ആ ചേച്ചി അല്ല, അതെൻ്റെ മാതാവാണെന്ന്. കാരണം കുറേ നമ്പേഴ്സ് എനിക്ക് അങ്ങനെ കിട്ടിയിട്ടുള്ളതാണ്. അന്ന് എനിക്ക് പൂർത്തിയായി എൻ്റെ അമ്മ എൻ്റെ കൂടെ തന്നെ ഉണ്ടെന്ന്. അതെല്ലാം കഴിഞ്ഞ് ആ ഒരു ഇൻ്റർവ്യൂ അറേഞ്ച് ചെയ്തു തന്നു. അത് കൊച്ചിയിൽ വെച്ചിട്ട് ഡയറക്റ്റ് ഇൻ്റർവ്യൂ ആയിരുന്നു. ഞാൻ കൊച്ചിയിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ പകുതി വഴി എത്തിയപ്പോൾ ഏജൻസിയിൽ നിന്ന് വിളിക്കുന്നു, MICU, അതായത് ഞാൻ മെഡിക്കൽ ICUവിലെ സ്റ്റാഫാണ്, നേഴ്സ്. അപ്പോൾ അവരെ വേണ്ട, വാർഡിലുള്ള എക്സ്പീരിയൻസിലുള്ള ആൾക്കാരെ മാത്രം മതി എന്ന് പറഞ്ഞു. എന്ത് ചെയ്യണം എന്നറിയില്ല, ആറ്റുനൂറ്റ് കിട്ടിയ ഒരു ഇൻ്റർവ്യൂ, എന്ത് ചെയ്യും ഞാൻ അമ്മയെന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്, എനിക്കൊന്നും അറിയില്ല. ഞാൻ പതച്ച് നിന്നുപോയി ഒരു പ്രാവശ്യം. പിന്നെ ഞാൻ ഓർത്തു, ഇല്ല അമ്മയല്ലേ തന്നേ, അമ്മ തന്നതാണെങ്കിൽ അമ്മ എന്തെങ്കിലും ഒരു വഴി കണ്ടിട്ടായിരിക്കുമല്ലോ. അങ്ങനെ പറഞ്ഞ് ഞാൻ എന്തായാലും ആ ഇൻ്റർവ്യൂ എന്നോട് പറഞ്ഞു, നീ ഇത്രയും വന്നതല്ലേ, വേണമെങ്കിൽ വന്ന് അറ്റൻഡ് ചെയ്തിട്ട് പൊക്കോന്ന് പറഞ്ഞു. അറ്റൻഡ് ചെയ്യാൻ പോയി. അറ്റൻഡ് ചെയ്തപ്പോൾ അവർ ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് വാർഡുകാരെ വേണ്ട, അല്ല MICക്കാരെ വേണ്ട, വാർഡുകാരെ മാത്രമാണെന്ന് പറഞ്ഞ് എന്നെ തിരിച്ച് വിട്ടു. പക്ഷേ അവിടെ ഒരു വഴിത്തിരിവ് എൻ്റെ അമ്മ എനിക്ക് ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം വിസ്റ്റയുടെ ഇൻ്റർവ്യൂ തരുന്ന മാഡം അവിടെ അന്ന് വന്നിട്ടുണ്ടായിരുന്നു. മാഡത്തിന് എന്നെ അറിയില്ല, കാരണം എന്താ വെച്ചാൽ ഞാൻ ഡിസിഷൻ ലെറ്റർ അവരുടെ അടുത്ത് നല്ല എടുത്തേക്കുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു, കുഴപ്പമില്ലടാ, നമുക്ക് വേറൊരു ഇൻ്റർവ്യൂ ഞാൻ അറേഞ്ച് ചെയ്ത് തരാം, താൻ അതിൽ പാസ്സായാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെയും പ്രാർത്ഥിച്ചൊരുങ്ങി ഉടമ്പടീൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു പോകുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇൻ്റർവ്യൂ വരുന്നത്. ഒരു 8 മണി, രാത്രി 8 മണിക്കാണ് എനിക്ക് ഇൻ്റർവ്യൂ. അന്ന് നോക്കുമ്പോൾ എങ്ങുമില്ലാത്ത മഴയാണ്. അന്ന് ഫുൾ നെറ്റ് കിട്ടുന്നില്ല, എങ്ങനെ നോക്കിയിട്ട് നെറ്റ് കിട്ടുന്നില്ല, റേഞ്ച്. ഞങ്ങളുടെ ഒന്നാമത് വയനാട് ആ ഭാഗമാണ്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ മഴ ഇതൊക്കെ വന്നാൽ ഭയങ്കര റേഞ്ച് പോകും. അപ്പോൾ ഒട്ടും കിട്ടുന്നില്ല. ഇവർ എന്നെ ഇൻ്റർവ്യൂ ചെയ്യില്ല എന്നുള്ള രീതിയിലായി. അപ്പോഴത്തേക്കും ഞാൻ എൻ്റെ മാതാവിൻ്റെ കാശുരൂപം, ഉടമ്പടി കാശുരൂപം മുറുകി പിടിച്ചു. അടുത്ത ബൈബിളും കാശുരൂപവും ഉപ്പും എല്ലാം, ഉപ്പ് കഴിച്ചിട്ടാണ് ഞാൻ ഉടമ്പടിക്ക് ഇൻ്റർവ്യൂവിന് ഇരിക്കുന്നത്. തൈലവും നെറ്റിയിൽ കുരിശ് വരച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ അമ്മയോട് ഉറക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചു, അമ്മേ എന്നെ കൈവിടല്ലേ, ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എങ്ങനെ പെർഫോം ചെയ്യുന്നല്ല, അമ്മ എന്നെ പാസ്സാക്കുന്ന എനിക്ക് ഉറപ്പാണ്. ഇതൊന്ന് അറ്റൻഡ് ചെയ്യാൻ അമ്മ എന്നെ സഹായിക്കണം, എന്നെ രക്ഷിക്കണേ അമ്മയെന്ന് പറഞ്ഞ് കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് നെറ്റ് റെഡിയായി. അവരെന്നെ ഇൻ്റർവ്യൂ തുടങ്ങി. ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ഇൻ്റർവ്യൂ എല്ലാം എളുപ്പമായിരുന്നു.
ആദ്യം ഞാൻ അറ്റൻഡ് ചെയ്ത ഇൻ്റർവ്യൂ, ഈ ഇൻ്റർവ്യൂ നോക്കുമ്പോൾ 2 മാഡംസ് 4 റൗണ്ടായിട്ട് എന്നെ ഇൻ്റർവ്യൂ ചെയ്തു. എനിക്ക് ആൻസർ കിട്ടാണ്ട് ഞാനിങ്ങനെ പരുങ്ങുന്ന എൻ്റെ വീട്ടുകാർ കണ്ടിട്ട് അവർ മാതാവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ ഒരൊറ്റ പൊട്ടിക്കരച്ചിലായിരുന്നു. കാരണം ഇതെൻ്റെ അവസാനത്തെ വഴിയാണ്, ഇനി എനിക്ക് ഇൻ്റർവ്യൂ എന്തായാലും കിട്ടില്ല, ഇതും എൻ്റെ കയ്യിൽ നിന്ന് പോയി. അങ്ങനെ പറഞ്ഞ് ഞാൻ മമ്മീനോടും വീട്ടുകാരോടും പറഞ്ഞു. അമ്മ മാതാവിനോട് ആദ്യം പറഞ്ഞ് കരഞ്ഞു പ്രാർത്ഥിച്ചു. എല്ലാം കഴിഞ്ഞു. ഏകദേശം ഡിസിഷൻ ലെറ്ററിൻ്റെ കാലാവധി തീരാറായി. അപ്പോൾ പിന്നെ ഏജൻസിയിലേക്ക് ഞാൻ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു എൻ്റെ ഒരു പുതിയ DL ഞാൻ എടുത്തോട്ടെ, അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞു. ആദ്യമൊക്കെ അവർ പറഞ്ഞു DL എടുക്കാം, നമുക്ക് നോക്കാമെന്നായിരുന്നു. ഇത് ഏകദേശം 6 മാസം ഇല്ല എൻ്റെ OET തീരാൻ. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് റിസ്ക് എടുക്കാൻ താല്പര്യമില്ല, ഞങ്ങൾ താൻ ഇവിടെ വെച്ച് നിർത്തുന്നതാണോ നല്ലത്, തൻ്റെ പൈസയും പോകും, എന്തിനാ നമ്മൾ റിസ്ക് എടുക്കുന്നതെന്ന് എന്നോട് ഇങ്ങനെ മുഖത്തടിച്ച പോലെ പറഞ്ഞു. അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞു, അമ്മേ ഞാൻ എന്ത് ചെയ്യും അമ്മേന്ന്. ഇതിനൊക്കെ മുന്നേ ഞാൻ ഒരു ക്ലാസ്സിന് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ക്ലാസ്സിന് കൊച്ചിയിൽ അങ്കമാലിയായിരുന്നു ക്ലാസ്. അപ്പോൾ ഏറ്റവും മേലത്തെ നിലയിലാണ്. അപ്പോൾ അവിടെ വരുന്ന പിള്ളേരൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫുൾ ഇൻ്റർവ്യൂകൾ ക്ലിയറായി എല്ലാം ക്ലിയറായി പോകാൻ നിൽക്കുന്ന പിള്ളേരാണ് ക്ലാസ്സിന് വരുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലാസ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി അറ്റൻഡ് ചെയ്താൽ, പക്ഷേ എനിക്ക് പഠിക്കാനൊന്നും ഇതില്ല, കാരണം ഫുൾ ടെൻഷൻ, ഒന്നുമില്ല, പ്രാർത്ഥന മാത്രമാണ് എൻ്റെ ഇത്. അങ്ങനെ അവിടെ നിൽക്കുമ്പോൾ പ്ലെയിൻ ഇങ്ങനെ പൊങ്ങുന്ന കാണാം. കൊച്ചി എയർപോർട്ടിൽ നിന്ന് പ്ലെയിൻ ഇങ്ങനെ പൊങ്ങുമ്പോൾ ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കും, മാതാവേ എനിക്കും ഇങ്ങനെ ഒന്ന് പോകാൻ പറ്റണം. ഓരോ പ്ലെയിൻ പൊങ്ങുമ്പോഴും ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കും. പഠിത്തത്തെക്കുള്ള കൂടുതൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന അതായിരുന്നു. അങ്ങനെ അവിടുത്തെ പഠിത്തം കഴിഞ്ഞ് വന്നെല്ലാം കഴിഞ്ഞ് ഈ ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് വരാണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇവരെന്നോട് പറഞ്ഞ് എല്ലാം സ്റ്റോപ്പ് ചെയ്തോളാൻ. എനിക്കൊന്നും അറിയില്ല. ഞാൻ കരഞ്ഞ് വീട്ടുകാരോടും വിളിച്ചു പറഞ്ഞു എല്ലാം തീർന്നു. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു ഇല്ല ഒന്നും തീരില്ല, കാരണം നീ മാതാവിൽ വിശ്വസിച്ച കുഞ്ഞല്ലേ, ഒരിക്കലും അമ്മ കൈവിടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് നല്ല ഉറപ്പായി. കാരണം എന്താ വെച്ചാൽ അമ്മ എന്നെ എന്തായാലും എന്തെങ്കിലും ഒരു വഴി എനിക്ക് കാണിച്ചു തരുന്നുള്ള ഉറപ്പിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് വന്നു. അവർ പറഞ്ഞു ഞാൻ ഇൻ്റർവ്യൂവിൽ സെലക്ട് ആയിന്ന്. ഞാൻ തന്നെ അതിശയപ്പെട്ടു പോയി, കാരണം അത്രയും ഞാൻ ഇതായിട്ടാണ് ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. അതിൽ അമ്മ എന്നെ പാസ്സാക്കി. അപ്പോഴത്തേക്ക് ഞാൻ ഏജൻസിയിൽ വിളിച്ചു വന്നപ്പോൾ അവർ പറഞ്ഞു നമുക്ക് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. കാരണം ഇനി ഒരു 5 മാസം കണ്ടേ ഉള്ളൂ എൻ്റെ OET തീരാൻ വേണ്ടിയിട്ട്. അവർ വേഗം സ്റ്റാർട്ട് ചെയ്തു. 1 വർഷം കൊണ്ട് തുടങ്ങേണ്ട കാര്യങ്ങളാണ് ഈ 5 മാസം ഇല്ല 4 മാസം കൊണ്ട് ചെയ്തു തീർക്കാനുള്ളത്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു വേഗം DL അപ്ലൈ ചെയ്യാൻ. ആദ്യത്തെ DL അപ്ലൈ ചെയ്തപ്പോൾ എൻക്വയറി കൊണ്ട് നിറഞ്ഞ് 1 മാസം കൊണ്ടാണ് എൻ്റെ ഡിസിഷൻ ലെറ്റർ എൻ്റെ കൈ കിട്ടിയതെങ്കിൽ 2ാമത് അപ്ലൈ ചെയ്തപ്പോൾ 12 ദിവസം കൊണ്ട് എൻ്റെ കയ്യിൽ എൻ്റെ ഡിസിഷൻ ലെറ്റർ കിട്ടി. വേഗം അടുത്ത കാര്യങ്ങൾ ചെയ്തു. ATWSന് അപ്ലൈ ചെയ്തു. ആദ്യം എക്സാം നമുക്ക് അവിടെ പോയിട്ട് ഒരു എക്സാം ഉണ്ടല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് രാവിലെ ബുക്ക് ചെയ്തു. രാവിലെ ബുക്ക് ചെയ്താൽ പിറ്റേ ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കാണ് ഇൻവിറ്റേഷൻ മെയിൽ വരിക. പക്ഷേ എൻ്റെ കാര്യത്തിൽ വൈകുന്നേരം ഒരു കുറച്ച് സമയമായപ്പോഴത്തേക്കും എനിക്ക് ഇൻവിറ്റേഷൻ മെയിൽ വന്നു. അപ്പം തന്നെ അവരെന്നോട് പറഞ്ഞു അടുത്ത പ്രൊസീജിയറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ. അങ്ങനെ ഒരാഴ്ച അല്ലെങ്കിൽ ദിവസങ്ങൾ എടുത്തേണ്ട കാര്യങ്ങളാണെങ്കിൽ നിമിഷ നേരം കൊണ്ടാണ് അമ്മ എനിക്കെല്ലാം ചെയ്തു തന്നത്. അതേപോലെ വേഗം ATWSന് അപ്ലൈ ചെയ്തു. എന്തായാലും ഒരാഴ്ച എടുക്കേണ്ട ATWS എനിക്ക് പിറ്റേ ദിവസം ഇന്ന് അപ്ലൈ ചെയ്തു, ഇന്ന് വൈകുന്നേരം അപ്ലൈ ചെയ്തു, പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്ക് എനിക്ക് ATWSൻ്റെ ഇത് കിട്ടി, ATPക്കൽ വിസ കിട്ടി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ എന്നോട് പറഞ്ഞു പെട്ടെന്ന് വിസയ്ക്ക് സബ്മിറ്റ് ചെയ്തോ, കാരണം നിൻ്റെ കാര്യം അത്രയും ഇതായിട്ടുള്ളതായതുകൊണ്ട് വേഗം വിസയ്ക്ക് സബ്മിറ്റ് ചെയ്തോളാൻ പറഞ്ഞു. വിസയ്ക്ക് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞ് ഇവർ വിളിക്കുന്ന സമയത്ത് ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്ത് പറഞ്ഞുകൊണ്ട് പുറത്തിറങ്ങും. അതും ഇവിടെ ഒന്നുമല്ല വിസ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞത്, ന്യൂഡൽഹി. പിറ്റേ ദിവസം ന്യൂഡൽഹിയിൽ എത്താനാണ് അവർ എന്നോട് പറഞ്ഞത്. എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാൻ പകച്ചു നിന്ന സമയത്ത് ഞാൻ എൻ്റെ മാതാവിൻ്റെ ഉപ്പ് എടുത്തോണ്ട് ഞാൻ എന്ത് കാര്യം ചെയ്യുമ്പോഴും എൻ്റെ അമ്മേൻ്റെ ഉപ്പ് ഒരു സ്ഥലത്ത് പോകുകയാണെങ്കിൽ അവിടെ ചെയ്ത് കിട്ടേണ്ടതാണെങ്കിൽ ഞാൻ അമ്മയുടെ ഉപ്പിട്ട് പ്രാർത്ഥിക്കും. അതുപോലെ തൈലം വെച്ച് പ്രാർത്ഥിച്ചിട്ടാണ് കയറുക. ഞാൻ എൻ്റെ നഴ്സിംഗ് സൂപ്രണ്ടിൻ്റെ അടുത്തേക്ക് ഓടി. അപ്പോഴത്തേക്കും മാഡം അന്ന് അവിടെ നിന്ന് എനിക്കൊരു സ്റ്റിൽ വർക്കിംഗ് കിട്ടണം. ഏതൊരു ഹോസ്പിറ്റലിലും ഒരു സ്റ്റിൽ വർക്കിംഗ് വെച്ചാൽ ഒരാഴ്ച കൊണ്ടൊന്നും കിട്ടില്ല, 2 ആഴ്ചയെങ്കിലും എടുത്ത് അവരുടെ സൗകര്യത്തിനനുസരിച്ചാൽ നമുക്ക് ചെയ്തു തരുള്ളൂ, കാരണം അതൊരു സ്ഥാപനത്തിൻ്റെ ഇതാണ്. പക്ഷേ മാഡം എനിക്ക് 5 മിനിറ്റ് കൊണ്ട് എൻ്റെ സ്റ്റിൽ വർക്കിംഗ് എനിക്ക് എഴുതി ഒപ്പിട്ട് തന്നു. അന്ന് എനിക്ക് ശരിക്കും മാഡത്തിൻ്റെ പേര് സിസിലി എന്നാണ്. മാഡത്തിന് എനിക്കൊരു മാതാവായിട്ട് തന്നെയാണ് ഞാൻ അന്ന് അവിടെ കണ്ടത്. എല്ലാ പേപ്പറും എടുത്തുകൊണ്ട് ആ വർക്ക് ചെയ്ത ആ പകുതി സമയം കൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വേഗം അങ്കമാലി ചെയ്യുന്നു. എല്ലാ കാര്യങ്ങളും ചെയ്തെടുത്ത് ന്യൂഡൽഹിക്ക് പോയി എല്ലാ കാര്യങ്ങളും ചെയ്തു. അവിടെയൊക്കെ എൻ്റെ ഒരേ ഒരു പ്രാർത്ഥന, എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളത് ഒറ്റ ഉറപ്പായിരുന്നു. അങ്ങനെ
ഒരു വർഷം കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ 3 മാസം കൊണ്ട് എൻ്റെ അമ്മ എല്ലാം എനിക്ക് ചെയ്തു തന്നു. എല്ലാ കാര്യങ്ങളും ചെയ്തു തീർത്ത് എനിക്ക് വിസ വന്നു. വിസേൻ്റെ അന്നാണ് കൺഫർമേഷൻ മെയിൽ അയക്കേണ്ടത്. അപ്പോൾ 1-ാം തീയതി ആയിരുന്നു കൺഫർമേഷൻ മെയിൽ അയക്കേണ്ടത്. അന്ന് തന്നെ അമ്മ എനിക്ക് വിസ തന്ന് അനുഗ്രഹിച്ചു. അപ്പോഴേക്കും എന്തോ എംപ്ലോയറിൻ്റെ ഒരു ഡിലേ കാണിക്കണമെന്ന് പറഞ്ഞിട്ട് അവർ കുറച്ചും കൂടി എൻ്റെ എക്സാം പോസ്റ്റ്പോണ്ട് ചെയ്തു. അല്ലെങ്കിൽ ആ സമയത്ത് അതിന് മുന്നേ ഞാൻ പോയേനെ. പക്ഷെ അതും എൻ്റെ അമ്മ എനിക്കൊരു നല്ലതിന് വേണ്ടിയിട്ടാണെന്ന് എനിക്ക് പിന്നീട് വെളിപ്പെടുത്തി തന്നു. അങ്ങനെ എൻ്റെ അമ്മേനോട് എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല, അത്രത്തോളം ഞാൻ നന്ദി പറയുന്നു. കാരണം ഞാൻ 0 മെറിറ്റിലാണ് നിന്നത്. ഒരിക്കലും ഒരു പ്രോസസ്സ് ഇങ്ങനെ നടക്കില്ല എന്ന് എനിക്ക് 100% ഉറപ്പാണ്. പിന്നെ കല്യാണം, ഒരു ചേച്ചി, ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചിക്ക് കല്യാണം കുറേ ഇല്ലാണ്ടിരിക്കുമായിരുന്നു. ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് ചേച്ചിക്ക് പത്രം കൊടുത്ത് അത് വായിച്ച് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ആ ചേച്ചിയുടെ കല്യാണം വേഗം നടന്നു. പിന്നെ എൻ്റെ അനിയന് ഒരു നെസ്ലെ എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ ജോലി ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ അതെങ്ങനെയും കിട്ടാതൊരവസ്ഥയിൽ ഇരിക്കുമായിരുന്നു. പക്ഷെ മാതാവിനോട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അതും ലഭിച്ചു. അതുപോലെ ഒത്തിരി അനുഭവങ്ങൾ മാതാവ് എനിക്ക് തന്നിട്ടുണ്ട്. പിന്നെ ആലുവ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ അവിടെ തന്നെ ഒരു ദിവസം വരേണ്ട ഇട വന്നു. അപ്പോൾ ഈ ഞങ്ങൾ വരുന്ന ബസ് ഒരു 6 മണി ആകുമ്പോഴാണ് എത്തുന്നത്. പക്ഷേ പെട്ടെന്ന് ഈ ബസ് ഒരു 4:30 ആയപ്പോഴത്തേക്കും അവിടെ കൊണ്ടുവന്ന് എന്നെ ഇറക്കി വിട്ടു. എനിക്ക് ആകെ ടെൻഷൻ. കാരണം ആലുവയിൽ അന്ന് ഭയങ്കര ഈ ബംഗാളീസിൻ്റെ എന്തോ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. പേടിച്ച് വരച്ച് ഞാൻ അവിടെ ഇറങ്ങിയപ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ മാതാവിൻ്റെ പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന ചൊല്ലി ഇറങ്ങിയപ്പോഴത്തേക്കും ഒരു ചേച്ചി എൻ്റെ കൂടെ ഇറങ്ങി. അപ്പോൾ ആ ചേച്ചിനോട് വർത്തമാനം പറഞ്ഞപ്പോൾ ആ ചേച്ചി പിന്നെയാണ് അറിയുന്നത് ആ ചേച്ചി പാലാരിവട്ടത്ത് ഒരു ഇൻ്റർവ്യൂവിന് വന്നതാണ്. പെട്ടെന്ന് എന്തോ അവിടെ നിന്ന് ഇറങ്ങാൻ തോന്നി, അങ്ങനെ വന്നതാണ്. പിന്നെ ഈ പെരുമ്പാവൂരിലേക്കാണ് ഈ ചേച്ചിക്ക് പോകേണ്ടത്. പക്ഷേ എത്രയൊക്കെ ബസ് വന്നിട്ട് ഈ ചേച്ചി കയറുന്നില്ല. ലാസ്റ്റ് ഈ ചേച്ചി കുറേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ മെട്രോ സ്റ്റേഷൻ്റെ അകത്ത് പോയിരിക്കാൻ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അകത്ത് പോയി കറക്റ്റ് 6 മണി ആയപ്പോൾ ഈ ചേച്ചി എന്നോട് പറയുക, ഇനി നീ പൊക്കോളൂലേ? ഞാൻ പൊക്കോട്ടേന്ന്. കാരണം സാധാരണ ഒരു ചേച്ചി, ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞിട്ടില്ല എനിക്ക് പേടിയാണ്, എൻ്റെ കൂടെ ഇരിക്കണം എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ആ ചേച്ചി എൻ്റെ മാതാവിനോട് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ആ ചേച്ചി എന്നോട് ഇങ്ങോട്ടേ ചോദിച്ചപ്പോൾ എനിക്ക് ഉറപ്പായി അത് എൻ്റെ മാതാവാണെന്ന്. അങ്ങനെ അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും 1 കോടി നന്ദി ഞാൻ പറയുന്നു. ഈ നവംബർ 5-ാം തീയതി ഞാൻ അയർലൻഡിലേക്ക് പോവുകയാണ്. എല്ലാ നന്മകൾക്കും എൻ്റെ അമ്മയ്ക്ക് 1000 നന്ദി. മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 7:25 മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, എന്നാൽ അത് വീണില്ല, എന്തെന്നാൽ അത് പാറമേൽ സ്ഥാപിതമായിരുന്നു. പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കടന്നുപോയ ഒരു സാക്ഷ്യം ആഷ്ലി ഇവിടെ പങ്കുവെക്കുകയാണ്. എങ്ങനെയൊക്കെയാണ് താൻ കാരുണ്യ പ്രവർത്തികൾ, പ്രേക്ഷിത പ്രവർത്തനം ചെയ്തത്. ഒന്നും ചെയ്യാതിരുന്നിട്ടല്ല, എല്ലാം ഈ മകൾ വളരെ വ്യക്തമായിട്ട് കൃത്യമായിട്ടൊക്കെ ചെയ്യുന്നു. ഓരോന്നിനും തടസ്സങ്ങളല്ലാതെ വേറെ ഒന്നും വരുന്നില്ല. ഡിസിഷൻ ലെറ്റർ, ഇൻ്റർവ്യൂ ഓരോന്നും നാം കേട്ടു. പക്ഷേ ഒരു കാര്യം മാത്രമുണ്ട്, ഈ മകള് തളർന്നു പോയില്ല, പിടിവിട്ടില്ല. തനിക്ക് എന്ത് വന്നാലും വീണ്ടും വീണ്ടും അമ്മേ അമ്മേ എന്ന് വിളിക്കുന്ന ഒരു കുഞ്ഞിനെ എങ്ങനെയാണ് പരിശുദ്ധ അമ്മ മറക്കുക? അമ്മയുടെ കാശുരൂപം പിടിച്ചുകൊണ്ട് താൻ അങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നതൊക്കെ ഇവിടെ ഈ മകൾ പറയുകയുണ്ടായി. ഇവിടെ നാം കൂട്ടിച്ചേർക്കേണ്ട ഒരു കാര്യമുണ്ട്. തെദേവും എന്ന തൻ്റെ പുസ്തകത്തിൽ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ ഒരു കാര്യം അനുസ്മരിക്കുന്നുണ്ട്. അച്ഛനത് പല പ്രാവശ്യം പറയുന്നതാണ്. അതായത് അച്ഛൻ അതിരാവിലെയൊക്കെ 2 മണിക്കും 3 മണിക്കുമൊക്കെ അച്ഛൻ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കും. എന്തിനാണ്? അതായത് ട്രെയിൻ ചൂളം വിളിച്ച് പോകുമ്പോൾ പെരിയാറിനെ നോക്കിക്കൊണ്ട് അച്ഛൻ പ്രാർത്ഥിക്കും, കർത്താവേ 1 വർഷത്തേക്ക് എനിക്കൊരച്ഛനാകണം, 1 വർഷത്തേക്ക് മതി. അച്ഛൻ്റെ ആരോഗ്യത്തെക്കുറിച്ചും ഒക്കെ അച്ഛൻ അത് എന്തെല്ലാമാണെന്ന് ആ പുസ്തകത്തിലുണ്ട്. അപ്പോൾ 1 വർഷത്തേക്ക് അച്ഛൻ പട്ടത്തിന് വേണ്ടിയിട്ട് എനിക്കൊരു അച്ഛനാകണം എന്ന് പറഞ്ഞ അച്ഛൻ്റെ 38ാമത്തെ വർഷത്തിലാണ് ഇന്നിപ്പോൾ നിൽക്കുക. അപ്പോൾ ഇവിടെ സിസ്റ്റർ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ മകള് ഓരോ ഫ്ലൈറ്റും പൊങ്ങുമ്പോൾ ഈ മകൾ പ്രാർത്ഥിച്ചു, എനിക്കൊന്ന് പോകാൻ സാധിക്കുമോ ഇതേപോലെ ഫ്ലൈറ്റിൽ. ഇതാണ് ആ ഹൃദയത്തിൻ്റെ പ്രാർത്ഥന. ഈ നൊമ്പരമാണ് കർത്താവിന് ഇഷ്ടം. അതായത്
നാം പ്രാർത്ഥിച്ചു മടുത്തു എന്നോ, കാരുണ്യ പ്രവൃത്തികൾ ഇത്രയും ചെയ്തിട്ട് കിട്ടുന്നില്ല, എന്നാൽ ഇനി ഇതൊന്നും വേണ്ട, ഉടമ്പടി എന്തിനാ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്, ഇങ്ങനെയൊക്കെ എപ്പോഴെങ്കിലും നാം ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് തന്നെ അസസ് ചെയ്യാം. എന്നാൽ ഈ മകള് ഒന്നും വിട്ടുകൊടുത്തില്ല. അവസാനം നാം കേട്ടു, തനിക്ക് 1.5 വർഷമായിട്ട്, അതായത് നടക്കാത്ത കാര്യങ്ങൾ 3 മാസം കൊണ്ട് എല്ലാ കാര്യങ്ങളും പൂർത്തിയാകുന്നു. ഡിസിഷൻ ലെറ്റർ എല്ലാം വന്ന് 12 ദിവസം കൊണ്ട് തനിക്ക് ഓരോ കാര്യങ്ങൾ നടക്കുന്നു. ഒരാഴ്ച കൊണ്ട് നടക്കേണ്ടത് 1 ദിവസം കൊണ്ട് നടക്കുന്നു. ഇതാണ് ഭാരലഘുത്വം. ഭാരം കൊണ്ട് പൊറുതിമുട്ടിയ ഒരു മകള് പിന്നീട് ലൈറ്റ് വെയിറ്റിംഗ് ആണ് ഇവിടെ വരിക. അതുകൊണ്ട് നമുക്ക് ഈ ഉടമ്പടിയിലൂടെ നമുക്ക് കിട്ടുന്ന കൃപകൾക്ക് നമുക്ക് നന്ദിയുള്ളവരാകാം. കരങ്ങൾ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ.